പ്രിയപ്പെട്ടവരെ, സാഹിത്യോത്സവ വേദികൾ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയങ്കരമായ വേദികളാണ്. വളരെ സാധാരണ നിലയ്ക്ക് താഴെ തലത്തിൽ നിന്ന് സംസ്ഥാന സാഹിത്യോത്സവം വരെയുള്ള വേദികളിൽ സ്ഥിരമായി ക്ഷണിക്കപ്പെടുകയും പങ്കെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അതിഥി എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയുടെ സാഹിത്യോത്സവിൽ പങ്കെടുക്കാനും, ജില്ലാ ഈസ്റ്റ് സാഹിത്യോത്സവല്ലേ അത്, അതെ, പങ്കെടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഏറെ കാലമായി ഞങ്ങളെല്ലാവരും ആശങ്കയോടെ കാണുന്ന ഒരു വിഷയമാണ് എന്നോട് ഇവിടെ നിങ്ങളോട് സംവദിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുറഞ്ഞൊരു വേദിയും കുറച്ച് പേരും അടങ്ങുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചു നേരം മാത്രം സംസാരിക്കാമെന്നും, തുടർന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംവാദപരമായി ഇത് വികസിക്കുകയാണെങ്കിൽ തുടർന്ന് എന്തെങ്കിലും ചോദിക്കുകയോ പറയാനോ ഉണ്ടെങ്കിൽ ആ നിലയ്ക്ക് വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെ മൻ കി ബാത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ നല്ല പരിപാടിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ചരിത്രവും ഫിക്ഷനും എന്ന് പറയുന്നത് വിരുദ്ധ ധ്രുവങ്ങളിലാണ്, രണ്ടും തമ്മിൽ ചേരില്ല എന്ന് കരുതുന്ന ഒരുപാട് പഠനങ്ങൾ ഉണ്ട്. രണ്ടിനെയും പലപ്പോഴും തീർത്തും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായിട്ടാണ് സാധാരണ കാണുകയും ചെയ്യാറുള്ളത്. അക്കാദമിക്കായി ചരിത്രത്തെയും സാഹിത്യത്തെയും പഠിക്കുന്ന ആളുകൾ തമ്മിൽ നിരന്തരം ഒരു തർക്കവും ചിലപ്പോഴൊക്കെ ശത്രുതയും വരെ അക്കാദമിക് രംഗത്തുണ്ട്. ഇത് ഏറെ കാലമായിട്ടുള്ളതാണ്. ഇപ്പൊ കേരളത്തിലെ ഏറെ കാലമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അക്കാഡമിക് തർക്കം ചരിത്രം ആര് പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചുള്ളതാണ്. മറ്റ് മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ ചരിത്ര പഠനം പലപ്പോഴും നിൽക്കുന്നത്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചരിത്ര പഠനം നടക്കുന്നുണ്ട്. പക്ഷേ കേരള ചരിത്ര പഠനം എന്ന് പറയുന്നത് മലയാള സാഹിത്യ വിഭാഗത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് മലയാളം ലിറ്ററേച്ചർ ഡിഗ്രി എടുക്കുന്ന കുട്ടികൾ ഒക്കെ സാധാരണ നിലയ്ക്ക് സംസ്കാര പഠനം എന്നുള്ള പേരിലും കേരള ചരിത്രം പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കേരള ചരിത്രത്തിന്റെ അധ്യാപകരായിരിക്കേണ്ടത് മലയാളം അധ്യാപകരാണോ ചരിത്രം അധ്യാപകരാണോ? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളെ ചരിത്രം പഠിപ്പിക്കേണ്ടത് സത്യത്തിൽ ചരിത്രാധ്യാപകരല്ലേ എന്നതൊരു ചോദ്യമാണ്. ഈ ചോദ്യം രൂപപ്പെട്ടതിന് പിന്നിൽ നമ്മുടെ ചരിത്ര പഠനത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ മുമ്പ് മുതലേ ചരിത്രം പഠിപ്പിച്ചിരുന്നത് പലപ്പോഴും മലയാളം അധ്യാപകരും മലയാള പഠിതാക്കളും ആയിരുന്നു. ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെ, ശ്രീധരമേനോനെ പോലെയൊക്കെയുള്ള ചരിത്രകാരന്മാർ ഒരേ സമയം മലയാളത്തിലും വളരെ വിദഗ്ധരായിരുന്നു. ഇളംകുളം കുഞ്ഞമ്പിള്ളയൊക്കെ മലയാള സാഹിത്യ വിദഗ്ധനുമായിരുന്നു. പക്ഷെ ചരിത്ര പഠനത്തെ സംബന്ധിച്ച മറ്റു ചില പരിമിതികൾ കൂടി അതിനകത്തുണ്ടായി എന്നതുകൊണ്ടാണ്, അഥവാ അത് വെളിപ്പെട്ടു വന്നു ആധുനിക കാലത്ത് എന്നുള്ളത് കൊണ്ടാണ് അത് അത്ര ശരിയല്ല എന്ന വാദം വന്നത്. കാരണം ചരിത്ര പഠനം എന്ന് പറയുന്നത് സാഹിത്യ പഠനം മാത്രമല്ല. ഇപ്പൊ ഇളംകുളം കുഞ്ഞമ്പിള്ള പഴയ കൊല്ലം അങ്ങാടിയെ കുറിച്ച്, കൊല്ലം നമുക്കൊക്കെ അറിയാവുന്ന ഇന്നത്തെ സ്ഥലമാണ്, അതിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലം അങ്ങാടി എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുമ്പോൾ ഇളംകുളം കുഞ്ഞമ്പിള്ള അതിന് ആധാരമാക്കുക ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന കൃതിയാണ്. ഉണ്ണുനീലി സന്ദേശം മലയാള സാഹിത്യത്തിലെ ഒരു കൃതിയാണ്. അതിനകത്ത് കുറച്ച് വരികൾ പഴയ കൊല്ലം അങ്ങാടിയെ പറ്റിയുണ്ട്, അവിടെ എന്തായിരുന്നു അന്നത്തെ കച്ചവടം എന്നതിനെ പറ്റിയൊക്കെ കുറച്ച് വരികളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അന്നത്തെ കൊല്ലം അങ്ങാടി അതായിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെക്കുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു വലിയ അപകടം, സാഹിത്യകൃതി എന്ന് പറയുന്നത് ഭാവന കൂടി കലർന്നാണ്. ഇറ്റ്സ് ഫിക്ഷൻ. നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞ ഫിക്ഷനാണ്. അപ്പൊ അതിൽ അവിടെ ഉള്ളത് മാത്രമായിരിക്കണം ഒരു കവി എഴുതുന്നത് നിർബന്ധമൊന്നുമില്ല, ഇല്ലാത്ത പലതും എഴുതാം. അത് ഒരു സാഹിത്യകാരന്റെ ഭാവനയുടെ സ്വാതന്ത്ര്യമാണ്. അത് അയാളെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഒരു സാഹിത്യകൃതി ചരിത്രകൃതിയായിട്ട് എഴുതുന്നതല്ല. അത് പിന്നീടൊരു കാലത്ത് ഒരു ചരിത്രകാരൻ അത് ചരിത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അതാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് എഴുതുമ്പോൾ ചരിത്ര പഠനത്തിൽ ഒരു അബദ്ധം സംഭവിക്കും. അതുകൊണ്ട് ആധുനിക ചരിത്ര പഠനം കാണുന്നത് നിരവധി ഉപാദാനങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ചരിത്രരചന എന്നാണ് പറയുക. മൾട്ടിപ്പിൾ സോഴ്സസ് ആർ കമ്മിങ് എന്നാണ്. അതായത് നിരവധി സോഴ്സുകൾ, നിരവധി ഉപാദാനങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ചരിത്രം ഉണ്ടാവുന്നത്. അതിലൊരു ഉപാദാനമാണ്, ഒരു വഴിയാണ് സാഹിത്യം. സാഹിത്യം ഒരു വഴിയാണ്. പക്ഷെ മറ്റനേകം വഴികളുണ്ട്. ഉത്ഖനനം, ഫോസിലുകളുടെ പഠനം,
കുഴിച്ചെടുക്കുന്ന തെളിവുകൾ, ശിലാശാസനങ്ങൾ, മറ്റു തരം ശാസനങ്ങളുടെ പഠനങ്ങൾ, വാമൊഴി പഠനങ്ങൾ, പ്രാദേശിക ചരിത്ര രചന, ഇങ്ങനെ തുടങ്ങി അനേകം ചരിത്ര സഞ്ചാരങ്ങളിലൂടെ, ഉപാദാനങ്ങളിലൂടെ പൂർത്തിയാകുന്നതാണ് ആധുനിക ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരുടെ കയ്യിലുള്ള ഡിവൈസസ്, അതിന്റെ ടൂളുകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ ഭാവനകൾക്കോ നമ്മുടെ പക്ഷപാതങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന അക്കാദമികമായ തെളിവുകളെ ആശ്രയിക്കുക എന്നാണ് ഞങ്ങളോടൊക്കെ ചരിത്രാധ്യാപകർ പറഞ്ഞു തരുന്നൊരു പ്രാഥമിക പാഠം. എന്നാൽ അതിലും ചില പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കി നിൽക്കും. എന്ന് വെച്ചാൽ നിഷ്പക്ഷമായിരിക്കണം ചരിത്രം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നിഷ്പക്ഷത ഒരു മുഖംമൂടിയാണ്. നിഷ്പക്ഷത എന്നൊരു പക്ഷമൊന്നുമില്ല. അത് നമ്മൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഓമനപ്പേരാണ്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷത ഈസ് ഓൾസോ എ പക്ഷം. അതൊരു പക്ഷമാണ്, അല്ലാതെ നിഷ്പക്ഷത എന്നൊരു പക്ഷമില്ല. ഇപ്പോൾ റൊമീല ഥാപ്പർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായ ചരിത്ര പണ്ഡിത ഇതുപോലുള്ള അദ്ദേഹത്തിന്റെ റൊമീല ഥാപ്പറിന്റെ വളരെ വലിയൊരു അക്കാദമിക് സെഷനിൽ ഒരു വിദ്യാർത്ഥിനി റൊമീല ഥാപ്പറോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മൾ ചരിത്രം എഴുതുന്ന സമയത്ത് നമുക്ക് പക്ഷമുണ്ടാവും എന്ന നിലയ്ക്ക് എല്ലാവരും പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു സത്യസന്ധത കാത്തു സൂക്ഷിക്കാനുള്ള വഴി? ചരിത്രത്തോട് നമുക്ക് ഒരു ചരിത്രകാരി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ സത്യസന്ധത കാത്തു സൂക്ഷിക്കാം? ഇപ്പൊ റൊമീല ഥാപ്പർ നൽകുന്ന മറുപടി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഉപാദാനങ്ങളോട് സത്യസന്ധത പാലിക്കുക. എന്ന് വെച്ചാൽ കിട്ടുന്ന വിവരങ്ങളോട്, ഏത് സോഴ്സ് നിന്നാണോ വിവരം കിട്ടുന്നത് ആ വിവരങ്ങളോടൊക്കെ ഹോണസ്റ്റ് ആയിരിക്കുക, സത്യസന്ധത പാലിക്കുക. നമ്മളത് കയറി വളച്ചൊടിക്കരുത്. ഒരു ശാസനം കിട്ടിയ അതിലൊരു വിവരമുണ്ട്, നമുക്ക് ആ വിവരം ഇഷ്ടമായില്ല, നമ്മുടെ താല്പര്യങ്ങളോട് ആ വിവരം ഒത്തുപോകുന്നില്ല, എന്നാ പിന്നെ എന്റെ ഇഷ്ടത്തിന് അതൊന്ന് മാറ്റി പണിഞ്ഞേക്കാം എന്ന് വെക്കരുത് ഒരു ചരിത്ര വിവരങ്ങളിലും. രണ്ട്, നിങ്ങൾക്കൊരു പക്ഷമുണ്ട് എങ്കിൽ ആ പക്ഷത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുക. ഞാനൊരു ഇന്ന റീഡിംഗ് അനുസരിച്ചാണ് ഞാൻ ചരിത്രത്തെ സമീപിക്കുന്നത്, ഞാനൊരു ഹിന്ദുത്വ റീഡിംഗ് അനുസരിച്ച് ചരിത്രത്തെ സമീപിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹിന്ദുത്വ ചരിത്രം എഴുതിക്കോളൂ, വിരോധമൊന്നുമില്ല. നിങ്ങളൊരു ഇസ്ലാമിക് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലാണ് ചരിത്രത്തെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ എഴുതുക. അതുപോലെ നിങ്ങളൊരു മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ചരിത്രമാണ് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് എഴുതുക. എന്തോ ആവട്ടെ, ചരിത്ര പഠനത്തിന്റെ വഴി ഏതായാലും നിങ്ങളുടെ പക്ഷം എന്താണെന്ന് വ്യക്തമാക്കുക. യഥാർത്ഥത്തിൽ ഞാൻ കരുതാറുള്ള ചരിത്ര പഠനത്തിലെ ആകെയുള്ള പോംവഴി ഇത് രണ്ടുമാണെന്നാണ്. നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുക. രണ്ട്, ഉപാദാനങ്ങളോട്, സോഴ്സുകളോട് സത്യസന്ധത പാലിക്കുക. എന്നാൽ ഫിക്ഷൻ നിൽക്കുന്നത് ഇത്തരം ഒരു സ്പേസിലല്ല, ഇത്തരത്തിലുള്ള വസ്തുതകളെ പറ്റിയിട്ടുള്ള ആശങ്കകളിലല്ല യഥാർത്ഥത്തിൽ സാഹിത്യം നിൽക്കുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് ചരിത്രത്തിന് പകർന്നു നൽകാനാവാത്ത അനുഭവങ്ങളുടെ ഒരു പാഠത്തെ പകർന്നു നൽകുകയാണ്. അനുഭവങ്ങളുടെ പാഠമാണ് യഥാർത്ഥത്തിൽ സാഹിത്യം. അഥവാ അനുഭവങ്ങളുടെ, സാഹിത്യത്തിന് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ചില അനുഭൂതികളുടെ ലോകത്തെ യഥാർത്ഥത്തിൽ സാഹിത്യമാണ് തുറന്നു തരുന്നത്. ചരിത്രത്തിനൊരിക്കലും അവിടേക്ക് പ്രവേശനം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ചരിത്രം മാറ്റർ, വസ്തുതകളെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഒരു കാടിനെ പറ്റി എത്ര വേണമെങ്കിലും വരികൾ എഴുതാം, ഒരു മരത്തെ പറ്റി എത്ര വേണമെങ്കിലും വരികൾ ചരിത്രത്തിന് എഴുതാം. അത് ചരിത്രത്തിൽ എഴുതുക ആ കാടിന്റെ ചരിത്രമാണ്. ഒരു കാടിന്റെ ചരിത്രം എത്ര എഴുതി കഴിഞ്ഞാലും ഒരു കാടിനെ പറ്റി എഴുതുന്ന, ഒരു ഇലയെ പറ്റി എഴുതുന്ന കവിത പോലും ആയിത്തീരില്ല. കാരണം ഒരു ഇലയുടെ അനുഭവം എന്ന് പറയുന്നത് മറ്റൊരു ഇലയുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയും. എല്ലാ ഇലകളും പൊതുവെ ഒരു വാക്കായിട്ട് അതിന് ഇല എന്ന വാക്കുണ്ടെങ്കിലും ഒരു ഇലയും മറ്റൊരു ഇലയ്ക്ക് തുല്യമല്ല. പൊതുവെ മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട്, മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എല്ലാ മനുഷ്യരും തുല്യരല്ല, നമുക്കറിയാം. ഒരു മനുഷ്യന്റെയും അനുഭവം തുല്യമല്ല. അതുകൊണ്ട് അനുഭവങ്ങളുടെ ഈ പെരുങ്കടലിലേക്ക് തുഴയെറിയുന്ന നാവികരാണ് ഓരോ സാഹിത്യകാരന്മാരും. അനുഭവങ്ങളുടെ പെരുങ്കടലിൽ തുഴയെറിഞ്ഞ് സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന മീനുകൾ അത് ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായിരിക്കാം. ചിലർക്ക് പരൽമീനിനെയൊക്കെ കിട്ടും, ചിലർക്ക് വലിയ വലിയ സ്രാവിനെയൊക്കെ കിട്ടും. പക്ഷെ പരൽമീനിനും പരൽമീനിൻ്റെതായ അസ്തിത്വമുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പരൽമീനിന് പകരമാവില്ല ഒരു സ്രാവ്. അതുകൊണ്ട് സാഹിത്യം കയ്യെത്തിപ്പിടിക്കുന്ന അനുഭവത്തിന്റെ മറ്റൊരു ലോകം ചരിത്രത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് സാഹിത്യത്തിന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ അസ്തിത്വം, സ്വത്വം, ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പൊ നമുക്കറിയാം, നിരവധി വലിയ സഞ്ചാര സാഹിത്യ കൃതികൾ ചരിത്ര കൃതികൾ കൂടിയാണ്. എസ് കെ പൊറ്റേക്കാട് കേരളത്തിൽ എഴുതിയിരിക്കുന്ന
സാഹിത്യകൃതികളായിട്ടുള്ള സഞ്ചാര സാഹിത്യം തന്നെയും ചരിത്രകൃതികൾ കൂടിയാണ്. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോകുന്നു, ആഫ്രിക്കയിലെ വിവിധ നാടുകളിലൂടെ സഞ്ചരിക്കുന്നു. ഒരേ സമയം അദ്ദേഹം എഴുതുന്നത് കാപ്പിരികളുടെ നാട്ടിലാവട്ടെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ അത് ഒരു സഞ്ചാര സാഹിത്യമാണ്, അതേസമയം അതൊരു ചരിത്രകൃതിയുമാണ്. എന്നാൽ അദ്ദേഹത്തിന് പകർന്നു തരാൻ കഴിയാത്ത ഒരു അനുഭവം ഒരുപാട് ദൂരങ്ങളിലൂടെ സഞ്ചരിച്ച് വീട്ടിലെത്തിയ ബഷീർ പാത്തുമ്മയുടെ ആടിൽ നമുക്ക് നൽകും. പാത്തുമ്മയുടെ ആട് എന്നുള്ള പുസ്തകം നിങ്ങൾ മിക്കവാറും ആളുകൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിൽ സത്യത്തിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അതിലൊരു സംഭവം ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു സാഹിത്യകൃതിക്ക് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും അസാധാരണമായ ഒരു സംഭവം ഒന്നും നിങ്ങൾക്ക് പാത്തുമ്മയുടെ ആടിൽ വായിച്ചാൽ കിട്ടൂല. അതിലൊരു ആമിനുണ്ട്, ഒരു ഉമ്മുണ്ട്, ഒരു ആയിഷ ഉണ്ട്, ബഷീർ ഉണ്ട്, അബ്ദുൽ ഖാദർ ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു സാധാരണ ഏത് വീട്ടിലുള്ള ആൾക്കാരാണ്. അവിടെ ഒരു ആടിനെ വളർത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധാരണ സംഭവങ്ങൾ, നോർമൽ ഇൻസിഡൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. പക്ഷെ ബഷീർ എഴുതുമ്പോൾ അതിലൊരു മാജിക് സംഭവിക്കുന്നു. എന്താണ് ആ മാജിക്? അതിന്റെ പേരാണ് സാഹിത്യം. അത് ദീർഘകാലം പുറത്തെല്ലാം സഞ്ചാരിയായി അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു മനുഷ്യനെ ഏറ്റവും ക്രിയേറ്റീവായി സർഗാത്മകമായ ഒരു അനുഭവമായി വീട് ആക്രമിക്കുമ്പോൾ മാത്രം, വീട് അയാളെ തിരിഞ്ഞാക്രമിക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന സാഹിത്യകൃതിയാണ്. ഏത് സാഹിത്യകൃതിക്കും അങ്ങനെ ഒരു തലമുണ്ട്. ഇനി മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും സാഹിത്യം എന്ന് പറയുന്ന പരിപാടി പലതിനും ഉപയോഗിക്കാം, ചരിത്രവും പലതിനും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് വൈജ്ഞാനിക ശാഖയും ഒരു കത്തി പോലെയാണ് എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾക്ക് കത്തി നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്വാഭാവികമായും സാഹിത്യത്തിനും ചരിത്രത്തിനും തമ്മിലുള്ള വ്യത്യാസങ്ങളും ബന്ധങ്ങളും നാം നിൽക്കുന്ന ചില മൂല്യബോധങ്ങളുടെ തറയിൽ നിന്നുകൊണ്ട്, മൂല്യബോധങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് സാഹിത്യത്തെയും ചരിത്രത്തെയും അതിന്റെ ജനാധിപത്യ ബോധത്തോടെ ഉൾക്കൊള്ളാനാവും. മറിച്ച് ചരിത്രകാരനാവട്ടെ, സാഹിത്യകാരനാവട്ടെ, ചരിത്ര വിദ്യാർത്ഥിയാവട്ടെ, സാഹിത്യ വിദ്യാർത്ഥിയാവട്ടെ, രണ്ടിന്റെയും പഠിതാക്കളോ പ്രയോക്താക്കളോ ആസ്വാദകരോ ആവട്ടെ, എന്തുമാവട്ടെ, ഈ ജനാധിപത്യ ബോധത്തിന്റെ മൂല്യബോധത്തിന്റെ അടിത്തറ ഇല്ലാതെ ഇവ തമ്മിൽ കൂട്ടിക്കലർത്തിയാൽ വരാവുന്ന വലിയ അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ അപകടങ്ങളുടെ ഏറ്റവും രൂക്ഷമായ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കിപ്പോ മോപ്ലാഞ്ചിയെ ബാഞ്ച് എന്ന് പറയുന്ന ഒരു നോവലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മോപ്ല എന്നാണ് ആ നോവലിന്റെ പേര്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മോപ്ല എന്ന നോവൽ രചിക്കപ്പെടുന്ന 1924 എഴുതിയ ആളുടെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും. വിനായക് ദാമോദർ സവർക്കർ, VD സവർക്കർ. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സവർക്കർ എഴുതിയ നോവലാണ് മോപ്ല. മോപ്ല എന്നുള്ള നോവലിന്റെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഈ നാട്ടിൽ നടന്ന സമരമാണ്, മലബാർ സമരം. മലബാർ കലാപത്തെ കുറിച്ച്, ബ്രിട്ടീഷുകാർ മാപ്പിള ലഹള എന്ന് വിളിച്ച മലബാർ സമരത്തെ കുറിച്ച് ഒരു തവണ പോലും മലബാറിൽ വരാത്ത VD സവർക്കർ എഴുതിയ നോവലാണ് മോപ്ല എന്ന് പറയുന്ന നോവൽ. 1921 മലബാർ സമരം ഉണ്ടാവുന്നത്. അതിന് 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഈ നോവൽ എഴുതി. ഈ നോവൽ മറാത്തി ഭാഷയിലാണ് എഴുതുന്നത്, മോപ്ലാഞ്ചിയെ ബ്ലാഞ്ച്. ഈ 3 വർഷങ്ങൾക്ക് ശേഷം എഴുതുന്ന നോവൽ വരുന്ന ഏതാനും വർഷങ്ങൾക്കകം തന്നെ ഇംഗ്ലീഷിലടക്കമുള്ള ഭാഷകളിലെല്ലാം തർജ്ജമ ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെമ്പാടും വിറ്റഴിക്കപ്പെട്ടൊരു നോവലാണ് ആ കാലത്ത് ഈ മോപ്ല. ആ നോവൽ വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ നോവലിൽ പ്രതിപാദിക്കുന്നത് നമ്മൾ ഇന്ന് ഈ സാഹിത്യോത്സവം നടക്കുന്ന പെരിന്തൽമണ്ണ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആ നോവലിലുണ്ട്. ഇവിടെയെല്ലാം ഹിന്ദു ഗൃഹങ്ങളിൽ കയറി ക്രൂരമായി ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന മുസ്ലിം കാപാലികർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നോവലിൽ ചിത്രീകരിക്കുന്നത്. അതായത് ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി ക്രൂരമായി ഹിന്ദുക്കളെ കൊലപാതകം നടത്തിയിരുന്ന, ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്തിരുന്ന, കുട്ടികളെ കൊന്നിരുന്ന ഒരു ഭീകരമായ ഹിന്ദു വിരുദ്ധ കലാപം മുസ്ലിങ്ങൾ നയിച്ചതിന്റെ ഒരു ചിത്രമാക്കി മലബാർ സമരത്തെ എഴുതുകയാണ് VD സവർക്കർ ചെയ്തത്. അതുണ്ടാക്കിയ ഒരു അപകടം ചെറുതല്ല. ഇന്ത്യയിലെമ്പാടും തന്നെ മലബാർ സമരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ ഒരു വർഗീയ കലാപമാണ് എന്ന നിലയ്ക്കൊരു ചിത്രം വളരെ നിഷ്കളങ്കരായ വായനക്കാരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ് സത്യത്തിൽ സവർക്കർ ചെയ്തത്.
യഥാർത്ഥത്തിൽ നടന്ന ചരിത്രവുമായി യാതൊരു നിലയ്ക്കും പുലബന്ധമില്ലാത്ത, എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാനാവും, ഒരു സമയത്ത് എൻ്റെ ഒരു പഠന പ്രക്രിയയുടെ ഭാഗമായി മലബാർ സമരവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പേപ്പറുകളും വായിച്ച ഒരാളാണ് ഞാൻ. കേരളത്തിൽ ഇറങ്ങപ്പെട്ട ഏതാണ്ട് എല്ലാവിധ മലബാർ സമരത്തെ പറ്റിയുള്ള കൃതികളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഏത് കൃതി എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അങ്ങേയറ്റം മുസ്ലിങ്ങളെ പ്രതികളാക്കണമെന്ന ലക്ഷ്യത്തോടെ ചരിത്രം എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും മോപ്ല എന്ന് പറയുന്ന നോവൽ എഴുതിയ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതായത് ഒരു മുസ്ലിം ഉമ്മ ഒരു വീട്ടിൽ നിന്ന് അവിടെയുള്ള മുസ്ലിം കുട്ടികളോട്, ആ ഉമ്മയുടെ കുട്ടികളുടെ അടുത്തേക്ക് രാത്രി തീപ്പന്തവും കയ്യിലൊരു കൊടുവാളും ഒക്കെ ഏൽപ്പിച്ചിട്ട് പോയി പരമാവധി ഹിന്ദുക്കളെ കൊന്നുവരൂ എന്ന് പറഞ്ഞ് യാത്രയാക്കുന്ന ഒരു രംഗമൊക്കെയുണ്ട് ആ നോവലിൽ. ഇങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് വളരെ വൈകാരികമായിട്ടാണ് എഴുതി വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് മലബാർ സമരം മൊത്തം നോക്കിയാൽ കാണില്ല. മലബാർ സമരത്തിൽ പങ്കെടുത്തത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. തിരൂർ കളത്തിലെ നമ്പീശൻ മുതൽ ഇങ്ങോട്ടെണ്ണിയ മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ആണ് മാപ്പിള സമരകാലത്തെ സ്മരണകളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം. മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിനെ ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലം വരെ ഒരു കാളവണ്ടിയിലിട്ടിട്ട് കാളവണ്ടിയിലിട്ട് വലിച്ചാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത്. ഇത് യഥാർത്ഥത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊന്ന് ആ ശിരച്ഛേദം നടത്തുന്ന പ്രസംഗമുണ്ടല്ലോ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആ കാലത്ത് ശിക്ഷിക്കുന്നത് ഒരു ഹിന്ദുവിനെയല്ല, ചേക്കുട്ടി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചാരനായിരുന്ന മുസ്ലിമിനെയാണ്. ബ്രിട്ടീഷ് ചാരപ്പണി ചെയ്താൽ നിങ്ങൾക്കാർക്കും ഇതായിരിക്കും ഗതി എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വാര്യംകുന്നത്ത് ശിക്ഷിക്കുന്നത് ഈ സ്വന്തം മതത്തിൽപ്പെട്ട ആളെ തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ മലയാള രാജ്യം എന്നാണ് പേരിടുന്നത്. ഞാനത് മാത്രമേ സാധാരണ ഉദാഹരണമായിട്ട് പറയാറുള്ളൂ. ഒരു രാജ്യം സ്ഥാപിക്കുന്ന കണ്ടീഷനിലേക്ക് മലബാർ സമരം എത്തിപ്പെടുന്ന സമയത്ത് ഇവിടെ ആരും മുസ്ലിം രാജ്യമെന്നൊന്നും പേരിടുന്നില്ല. ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഒക്കെ തന്നെയായിരുന്നു നേതാക്കൾ. പക്ഷെ അവരാരും ഒരു മുസ്ലിം രാജ്യത്തിന്റെ പേരോ മുസ്ലിം ജിഹാദ് നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേരോ ഒന്നും ഇവിടെ ഇടുന്നില്ല. ഇടുന്നത് മലയാള രാജ്യം എന്ന പേരാണ്. ഒരുപക്ഷെ കേരള സംസ്ഥാനം എത്രയോ കാലങ്ങൾക്ക് ശേഷം രൂപം കൊള്ളുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഒരു ആശയം തന്നെ ഉണ്ടാവുന്നത് അതിനും ഏതാണ്ട് ഒരു 30 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ്. EMS നമ്പൂതിരിപ്പാട് ആ പുസ്തകം എഴുതുന്നത്. അതിന് 30 വർഷങ്ങൾക്ക് മുമ്പ് മലയാളം എന്ന ഭാഷയാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത് എന്ന നിലയ്ക്ക് മലയാള രാജ്യം എന്ന പേരാണ് ഇവിടെ ഇടുന്നത്. അങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഈ പുസ്തകം ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സാഹിത്യത്തിന് അങ്ങനെ ഒരു വശമുണ്ട്, ഒരു ഇരുണ്ട വശമുണ്ട്. യഥാർത്ഥത്തിൽ സാഹിത്യകൃതികൾ നിഷ്കളങ്കമാണ് എന്ന് നാം കരുതരുത്. ചരിത്രത്തെ അനുഭൂതിപരമായി ആവിഷ്കരിക്കുന്ന മികച്ച സാഹിത്യകൃതികൾക്കൊപ്പം തന്നെ ചരിത്രത്തെ അപകടകരമാം വിധം ഒരു ആയുധമാക്കി പരിവർത്തിപ്പിക്കപ്പെടുന്ന സാഹിത്യകൃതികളും ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരായിട്ടുള്ള നിരന്തരമായ സമരമാണ് യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും അക്കാദമിക ജീവിതം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോൾ ഇന്ത്യൻ സാഹിത്യത്തെ കുറിച്ചാവട്ടെ ലോക സാഹിത്യത്തെ കുറിച്ചാകട്ടെ സംസാരിക്കുമ്പോൾ നാം പലപ്പോഴും ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കും. അങ്ങനെയാണ്, അത് ചരിത്രത്തിലുമുണ്ട്. ചരിത്ര പഠനത്തിനകത്ത് ഹെറോഡോട്ടസ് മുതൽ ഉള്ള ഗ്രീസ് പാരമ്പര്യത്തെ പറ്റി ആണ് സാധാരണ നിലയ്ക്ക് ചരിത്ര പഠനത്തിൽ നമ്മൾ പറയുക. അതേസമയം ഇബ്നു ഖൽദൂമിന്റെ മുഖദ്ദിമ അടക്കമുള്ള കൃതികൾ ചരിത്ര പഠനത്തിന്റെ ബേസിക് സ്ട്രക്ചർ, ചരിത്ര പഠനത്തിന്റെ ഘടന നിർണയിച്ച പുസ്തകങ്ങൾ നമ്മുടെ പരിധിയിലേ വരില്ല. ഈ ഫാൻ ഒന്ന് തിരിച്ചു വെക്കുകയാണെങ്കിൽ നന്നായി. ഇതിനെ ഹൗൾ ചെയ്യിപ്പിക്കുന്നില്ലേ മൈക്കിനെ? ഓക്കെ, ഒരു ചെറിയ സമാധാനം. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ചരിത്ര പഠനത്തിന്റെ ഏറ്റവും ആധികാരികമായ ഒരു മാർഗം തുറന്നു വരുന്നത് മുഖദ്ദിമയിലൂടെയാണ്. എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ ചരിത്രം മാത്രമല്ല ചരിത്രം. അതിനു മുമ്പ് എഴുതപ്പെട്ട എല്ലാ ചരിത്രവും രാജാക്കന്മാരുടെ മാത്രം ചരിത്രമായിരുന്നു. രാജാക്കന്മാരുടെ ചരിത്രം മാത്രമല്ല ചരിത്രമെന്നും, മറിച്ച് അതിനു പുറത്ത് സാമൂഹ്യശാസ്ത്രപരമായി സാധാരണ മനുഷ്യരുടെ ചരിത്രം കൂടി ചരിത്രമാണെന്നും ഉള്ള ഒരു ചരിത്ര പഠനത്തിന്റെ ഘടനാപരമായ മാറ്റം ഉണ്ടാവുന്നത് 14th സെഞ്ചുറിയിൽ മുഖദ്ദിമ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം ഇബ്നു ഖൽദൂമിൻ്റെതായി പുറത്തു വരുന്നതോടുകൂടിയാണ്. ഖൽദൂം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു.
സമാനമായി നമുക്ക് പ്രാദേശികമായി മിക്കവാറും മുസ്ലിം സഞ്ചാരികൾ എത്തിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. ഇപ്പൊ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ട കൃതി യഥാർത്ഥത്തിൽ അതാണ് പോർച്ചുഗീസ് ക്രൂരതയ്ക്ക് നേരെ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ചിത്രം. കേരളത്തിൽ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം, വാസ്കോഡഗാമ കപ്പലിറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് അപ്സെറ്റ് പീരീഡാണ്. ഏറ്റവും വലിയ അസ്വസ്ഥതകളുടെ കാലമാണ്. അതിക്രൂരമായി കേരളത്തിലെ മനുഷ്യർ വേട്ടയാടപ്പെട്ട, കേരളത്തിലെ അന്ന് വരെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളും അന്ന് വരെ ഉണ്ടായിരുന്ന സാധാരണ മനുഷ്യന്റെ ജീവിതവും തകരപ്പെട്ട ഒരു സന്ദർഭമാണ് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം ഉണ്ടാവുന്നത്. ഏറ്റവും ക്രൂരമായി കേരളത്തിലെ സാധാരണ മനുഷ്യർ പോർച്ചുഗീസ് നാവികരാൽ, അവരുടെ സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ മലയാള സാഹിത്യം എന്താണ് എഴുതിയെന്ന് നോക്കുക. സാഹിത്യം അതിനെ നേരിട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ വിഷയത്തിലുള്ള ഫിക്ഷൻ വഴിക്ക് നേരിട്ടുണ്ട്. അപ്പൊ അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഈ ജില്ലക്കാരനായ എഴുത്തച്ഛൻ എഴുതുന്നത് ആ ഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഫിക്ഷനിലെ പ്രസ്ഥാനം ഉണ്ടാവുന്ന ആ ഘട്ടത്തിലാണ്. അധ്യാത്മരാമായണം ഒരു രാമന്റെ ഭക്തികൃതിയായിട്ടാണ് വായിക്കപ്പെടുക. എന്നാൽ അത് മാത്രമല്ല, മറിച്ച് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷം ഉണ്ടാകുന്ന ഭീതിയുടെ സാഹചര്യം അതിന് പിന്നിലുണ്ടായിരുന്നു. സാഹിത്യം ആ രൂപത്തിൽ നേരിടുന്ന സമയത്ത് തുഫത്തുൽ മുജാഹിദീൻ അതിനെഴുതിയ പാഠം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേരിട്ട് പോർച്ചുഗീസുകാരോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ആ യുദ്ധം എങ്ങനെ മുസ്ലിങ്ങളുടെ കടമയായി തീരുന്നു എന്നുമാണ് ആ പുസ്തകത്തിനകത്ത് എഴുതപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കേവലമായ ഒരു സാഹിത്യകൃതി മാത്രമല്ല, പോർച്ചുഗീസുകാർ ചെയ്ത ക്രൂരതകളെ എണ്ണി പറയുക കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹജ്ജ് യാത്രികരായി ഇവിടെ നിന്ന് പോകുന്ന, കപ്പലിൽ കയറി പോകുന്ന ആളുകളെ എങ്ങനെയാണ് പോർച്ചുഗീസുകാർ പിന്നാലെ കൂടി പീഡിപ്പിച്ചു കൊന്നത്. കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിടാത്ത പോർച്ചുഗീസുകാരുടെ ക്രൂരതകൾ എന്തെല്ലാമാണ്. ഈ നാട്ടിൽ ഒരിക്കലും ഇല്ലാതിരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിരിക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്നും കേരളത്തിൽ പ്രചാരത്തിലുള്ള പല രോഗങ്ങളും അന്ന് പോർച്ചുഗീസ് നാവികർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. കടൽ രോഗങ്ങൾ എന്ന് പറയുമായിരുന്നു. കടൽ രോഗം വെച്ചാൽ കടലിൽ നിന്ന് രോഗം ഉണ്ടായിട്ടല്ല, കടൽ സഞ്ചാരികൾ ഇവിടെ കൊണ്ടുവന്ന രോഗങ്ങളാണ്. അതിനെക്കുറിച്ചെല്ലാം ഉള്ള വിവരണമാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിൽ ഉള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ യുദ്ധം ചെയ്യാനാണ് ആ പുസ്തകം ആഹ്വാനം ചെയ്യുന്നത്. അത് പറയുന്നത് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂതിരി എന്ന രാജാവിന് കീഴിൽ സംഘടിക്കുകയും സാമൂതിരിക്ക് കീഴിൽ സംഘടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുമാണ്. അതായത് മറിച്ച് ഒരു ഹുക്കുമത്തെ ഇലാഹി സംഘടിപ്പിക്കുന്ന പരിപാടിയല്ല പറയുന്നത് ഇവിടെയുള്ള രാജാവിന് കീഴിൽ, ആ സൈന്യത്തിന് കീഴിൽ, കുഞ്ഞാലി മരക്കാർക്ക് കീഴിൽ, മരക്കാർ സൈന്യത്തിന് കീഴിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് അവിടെയുള്ള ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്ന് വ്യത്യാസമില്ലാത്ത പോരാളികളോടൊപ്പം ചേർന്ന് നിന്ന് പോർച്ചുഗീസുകാർക്കെതിരായി പോരാടാനാണ് ആഹ്വാനം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കേരളത്തിലെ അന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ചേർന്ന് കഴിഞ്ഞിരുന്ന മതേതരത്വത്തിലൂന്നിയ, സാഹോദര്യത്തിലൂന്നിയ ഒരു സാഹചര്യം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഈ സാഹചര്യം ക്രമേണ നശിപ്പിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു പിന്നിൽ ചരിത്രത്തിലേക്ക് വലിയ തോതിൽ ഫിക്ഷൻ കടന്നു വരികയും ഫിക്ഷനിലേക്ക് വലിയ തോതിൽ ചരിത്രം വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ, ആമുഖത്തിൽ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ NCERTയുടെ പുസ്തകങ്ങളിൽ നടക്കം ചരിത്ര പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഇല്ലാതായി പോവുകയാണ്. മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന, മധ്യകാല ചരിത്രം എന്ന് പറയുന്ന പാഠങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും NCERT സിലബസിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഔറംഗസേബിനെ പഠിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ടിപ്പു സുൽത്താനെ പഠിക്കേണ്ടതില്ല എന്നാണ് അതിന്റെ മലയാളം. മറിച്ച് നിങ്ങൾക്ക് പ്രാചീന ചരിത്രം എന്ന പേരിൽ എഴുതപ്പെട്ട ഒരു ചരിത്രം പഠിക്കാം. പ്രാചീന ചരിത്രം, ആൻഷ്യൻ ഹിസ്റ്ററിയുടെ ഒരു സൗകര്യമായിട്ട് ഇവർ കാണുന്നത് എന്ത് ഭാവന വേണമെങ്കിൽ എഴുതി വെക്കാം. ഭാവനകളാണ് കൂടുതലും എഴുതി വെക്കുന്നത്. ആൻഷ്യൻ ഹിസ്റ്ററി അങ്ങനെയൊന്നുമല്ല എഴുതേണ്ടത്. ആൻഷ്യൻ ഹിസ്റ്ററിക്കും ചരിത്രകാരന്മാർക്കിടയ്ക്ക് ഗംഭീരമായ അക്കാഡമിക് പാഠങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ മൊഹൻജദാരോ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി പഠിക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രതിമ കിട്ടിയിട്ടുണ്ട്. അതിനെ ഡാൻസിങ് ഡോൾ എന്നാണ് സാധാരണ വിശേഷിപ്പിക്കുക. ഡാൻസിങ് ഡോൾ, നൃത്തം ചെയ്യുന്ന പാവ എന്ന് വിശേഷിപ്പിക്കും. അതിന്റെ ഒരു പോസ് കണ്ടിട്ട്, ആ ഒരു പാവയുടെ ഒരു പോസ് കണ്ടിട്ട് മേ ബി ഒരു ഡാൻസിങ് പോലെ തോന്നിക്കാം എന്നുള്ളത് കൊണ്ട് ഇട്ടൊരു പേരാണ്.
ചരിത്രകാരന്മാർ ആ പേരിടുന്നതിന് മറ്റർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ഡാൻസിങ് ശിവ എന്ന പേരിലാണ് പഠിക്കാനുള്ളത്. അത് ശിവന്റെ പ്രതിമയാണെന്ന് അങ്ങ് സ്ഥാപിക്കുകയാണ്. 2500ഓളം വർഷങ്ങളെങ്കിലും പഴക്കമുണ്ട് ആ കണ്ടെടുക്കപ്പെട്ട ആർട്ടിഫാക്റ്റിന്, ആ പുരാവസ്തുവിന്. ആ കാലത്ത് അവിടെ ശിവനും ഇല്ല, ബ്രഹ്മാവും ഇല്ല, ഇതൊന്നും രൂപപ്പെട്ടിട്ട് പോലുമില്ല. പക്ഷെ അവിടേക്ക് ഒരു ശിവനെ കയറ്റി വെക്കുകയാണ്. മാത്രല്ല, നിങ്ങൾ ഇവിടെ ചരിത്ര പഠനം എന്ന പേരിൽ ഇറങ്ങുന്ന ഫണ്ട് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാമേശ്വരം വരെ പോയത്. അവിടെ രാമസേതു പ്രൊജക്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് രാമസേതു പ്രൊജക്ട്? രാമസേതു പ്രൊജക്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യൻ ബജറ്റിൽ പണം അലോ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്തിനാണ്? കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യൻ സർക്കാരിന്റെ പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമല്ലല്ലോ. നമ്മളൊക്കെ സാധനം വാങ്ങിയ പണമാണല്ലോ. നമ്മൾ ഈ അരി സാമാനം വാങ്ങിയെന്നുള്ള നികുതി പിടിച്ചിട്ടുള്ള ഖജനാവാണല്ലോ. ഈ പണം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. രാമസേതു പ്രൊജക്ട് എന്ന് വെച്ചാൽ പണ്ട് രാമൻ രാവണനെ കൊല്ലാനായി രാമായണത്തിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അങ്ങോട്ട് ചിറകെട്ടി വാനരസേന ഒരു പാലം പണിതു. ആ പാലം കടലിന്റെ അടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന ഗവേഷണത്തിന് വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? ഞാൻ ചോദിക്കുന്നത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ. ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ താഴ്ന്ന് 4 കല്ല് കിട്ടിയോണ്ട് എന്താണ് ഈ 2025 24 എന്ത് പ്രയോജനം? ആർക്കിരിക്കുന്നു? ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, പൈസ ചെലവാക്കിയിട്ട്. വേറെ ഇന്ത്യയിലെ ആൾക്കാർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുകയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ചരിത്ര പഠനത്തിലേക്ക് സാഹിത്യം കടന്നു കയറിയാൽ ഉണ്ടാകുന്ന ഏറ്റവും മികച്ച എക്സാമ്പിൾ അയോധ്യയാണ്. നിങ്ങൾക്ക് രാമായണ പാഠം എടുത്താൽ 300 രാമായണങ്ങൾ എന്ന പേരിൽ രാമാനുജത്തിന്റെ അതിഗംഭീരമായ ചരിത്ര പഠനം മുൻപേ ഉണ്ട്. 300 രാമായണങ്ങൾ, 300 ഓഫ് രാമായണാസ്. ഗംഭീരമായ സ്റ്റഡിയാണ്. ഒരു രാമായണമല്ല ഉള്ളത്, നിരവധി രാമായണം ഉണ്ട്. ഓരോ രാമായണം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒട്ടാകെ പ്രചരിക്കപ്പെട്ട ഒരു പഴയ കഥയാണ്. പ്രിൻസ് ആൻഡ് പ്രിൻസസ് സ്റ്റോറി എന്ന് നമ്മൾ പറയും ഫിക്ഷനിൽ. പഴയ ബോർഹസിന്റെ ഒരു വാചകമാണ്, ഒരു കഥയാണ് പ്രിൻസ് ആൻഡ് പ്രിൻസസ് സ്റ്റോറി. രാജകുമാരൻ രാജകുമാരിയെ തേടി പോകുന്നു എന്ന് പറയുന്ന ഒരു കഥ. രാജകുമാരി ബന്ദിയാണ്, ആരെങ്കിലും ഒരാൾ രാജകുമാരിയെ കെട്ടിയിട്ടിട്ടുണ്ട്, രാജകുമാരൻ തേടി പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങനത്തെ കഥകൾ ലോകത്തെമ്പാടും കാണാം. അതിന്റെ ഒരു സൗത്ത് ഇന്ത്യൻ പാഠമാണ് രാമായണം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി, രാമൻ പോയി രാവണനെ യുദ്ധം ചെയ്ത് കൊന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഈ കഥയുടെ മെയിൻ ത്രെഡ്. ഈ മെയിൻ ത്രെഡ് വെച്ച് എത്രയോ രാമായണങ്ങളുണ്ട്. ഈ രാമായണങ്ങളിലൊക്കെ വ്യത്യസ്തമായ അയോധ്യകളുണ്ട്. ഒരയോധ്യയല്ല, പല അയോധ്യകളുണ്ട്. ശ്രീലങ്കൻ രാമായണത്തിലെ രാമൻ ജനിച്ചത് ഈ അയോധ്യയിലല്ല. കംബോഡിയൻ രാമായണത്തിലെ ശ്രീരാമൻ ജനിച്ചത് ഈ അയോധ്യയിലല്ല. പൗലോമചരിതം എന്ന പേരിൽ ബുദ്ധമതക്കാർക്ക് വേറെ രാമായണമുണ്ട്. അവിടെയുള്ള രാമൻ ജനിച്ചത് ഈ അയോധ്യയിലല്ല. പക്ഷേ ഇപ്പൊ എന്തായി? കൃത്യമായി ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് രാമൻ ജനിച്ചത് എന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ തീരുമാനിച്ചു. എന്നിട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിലുള്ള ഉണങ്ങാത്തൊരു മുറിവ് ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുകയും ആ തകർക്കപ്പെട്ട മിനാരങ്ങളുടെ അതേ സ്ഥലത്ത് സർക്കാരിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു അമ്പലം കെട്ടി ഉയർത്തപ്പെടുകയും അതിനെ എതിർക്കാൻ ജനാധിപത്യപരമായ ശേഷിയില്ലാത്ത വിധത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രം അധപ്പതിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണല്ലോ സത്യസന്ധമായി സംഭവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനെതിരെയുള്ള പ്രതിരോധം ഉണ്ടാക്കേണ്ടിയിരുന്നത് മതപരമായിട്ടല്ലല്ലോ, മറിച്ച് മൊത്തം ഇന്ത്യ പ്രതിരോധിക്കേണ്ട വിഷയമായിരുന്നു അത്. ഇത് നാളെ ഇവിടുത്തെ അമ്പലത്തിനും സംഭവിച്ചുകൂടാ, പള്ളിക്കും സംഭവിച്ചുകൂടാ, ചർച്ചിനും സംഭവിച്ചുകൂടാ. ആ നിലയ്ക്ക് പ്രതിരോധം ഉണ്ടാകേണ്ട ഒരു വിഷയം നേരെ മറിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ താറുമാറാവുക എന്ന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം അത്ര നല്ലതല്ല, എന്നാൽ പോലും അത് ആപ്റ്റായിരിക്കുന്നത് ഈ സ്ഥലത്താണ്. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ത്യക്ക് പുതുതായി ഒരു പാർലമെന്റ് ഉണ്ടാക്കി. ആ പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് പോയ കുറെ സന്യാസിമാരായിരുന്നു. തിരുവാടുതുറൈ അധീനത്തിലെ ശൈവ സന്യാസികളുടെ പുകയും ഹോമവും ഒക്കെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരാവശ്യമില്ലാത്ത കാര്യം അത്. ഇന്ത്യൻ പാർലമെന്റ് അവിടെ നിസ്കാരവും നടത്തേണ്ട കാര്യമില്ല, പൂജയും നടത്തേണ്ട കാര്യമില്ല. അതിന്റെ ഒന്നും സ്ഥലമല്ല ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുസ്ലിം ആരാധനയും അവിടെ നടത്തേണ്ട, ഹിന്ദു ആരാധനയും നടത്തേണ്ട, അത് എല്ലാവരുടെയും കൂടിയുള്ള ഒരു സ്ഥലമാണല്ലോ. അത് അവിടെ നടന്നാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അത് ഉദ്ഘാടനം ചെയ്താൽ മതി. അല്ല, അവിടേക്ക് തിരുവാടുതുറൈ അധീനത്തുനിന്ന് സന്യാസികളെ കൊണ്ടുപോകണം. നേരെ മറിച്ചോ, അമ്പലം കെട്ടിയിട്ട് അമ്പലത്തിന്റെ ഉദ്ഘാടനം, പ്രാണപ്രതിഷ്ഠ അതാരാ നടത്തുന്നത്? അത് സന്യാസികൾക്ക് നടത്താനുള്ളതാണ്.
സത്യത്തിൽ അങ്ങനെയാണല്ലോ. നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്യണ സമയത്ത് നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ഒന്നും വിളിക്കാറില്ലല്ലോ. പള്ളി ഉദ്ഘാടനം ചെയ്യേണ്ട ആരാന്ന് തീരുമാനം ഉണ്ടല്ലോ. പള്ളി ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ പള്ളി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടല്ലോ. അമ്പലം തുടങ്ങാനും അവിടുത്തെ പ്രധാന തന്ത്രിയാണ് അത് ചെയ്യേണ്ടത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അപകടകരമായ വിപര്യമാണ്. ഈ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് ചരിത്രവും ഫിക്ഷനും തമ്മിൽ കൂടിക്കലർത്തി ഉണ്ടാക്കിയ അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇതുണ്ടായിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്നത് സാഹിത്യത്തിലും സംസ്കാരത്തിലും ചരിത്രരചനയിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അനുഭവങ്ങളുടെ ചരിത്രത്തിനൊരിക്കലും ചെന്നു തൊടാൻ പറ്റാത്ത ഒരു ലോകത്തെ സാഹിത്യം ചെന്നു തൊടും, കവിത ചെന്നു തൊടും. കവിതയെ പറ്റിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായൊരു നിർവചനമുള്ളത്, ഞാൻ അതുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. കവിതയെ പറ്റിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു നിർവചനം ഉള്ളത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജെഫ്രി തോംസന്റെ ആണ്. അദ്ദേഹം പറയാ, പോയട്രി ഈസ് എ കൾച്ചറൽ ഫോസിൽ എന്ന ഒരു സാംസ്കാരിക ഫോസിലാണ്, സാംസ്കാരിക പുരാവസ്തുവാണ് ഒരർത്ഥത്തിൽ കവിത. അത് ചരിത്രത്തെയും ഫിക്ഷനെയും കൂട്ടിക്കലർത്തുന്ന ഒരു ഗംഭീരമായ ഉപമയാണ്. പോയട്രി ഈസ് എ കൾച്ചറൽ ഫോസിൽ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറെ കാലം മുൻപുള്ള ഒരു കവിത വായിക്കുമ്പോൾ സാംസ്കാരികമായ ഒരു ഫോസിൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളിപ്പോ മലയാളത്തിലെ പഴയ കവികളുടെ കവിത വായിച്ചു നോക്കൂ. വൈലോപ്പിള്ളിയുടെ കവിത, ഇടശ്ശേരിയുടെ കവിത വായിച്ചു നോക്കിയാൽ ഇന്ന് നമ്മുടെ മുന്നിൽ കാണാത്ത, ഇപ്പൊ ഈ കാണുന്ന ബൈക്കിന്റെയും കാറിന്റെയും ഒക്കെ ശബ്ദം നിറഞ്ഞ നമ്മുടെ ഈ കേരളീയ പ്രകൃതി ഇല്ലേ, ഇതല്ലാത്തൊരു കേരളീയ പ്രകൃതി നമ്മൾ കാണും. രാക്കരിക്കിൻ കണ്ണുകുത്തുന്ന വെളിച്ചം എന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതും. രാത്രി ഒരു കരിക്കാണ്. കരിക്കിന്റെ കണ്ണുങ്ങൾ കുത്തിയിട്ടുണ്ടോ എന്നാ അറിയാം. കരിക്ക് സ്വയം വെട്ടിയാൽ മാത്രമേ അത് അറിയുള്ളൂ. കരിക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ കണ്ണിങ്ങനെ നല്ല കരിക്കാണെങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ചീറ്റി മുഖത്തേക്ക് തെറിക്കും. അത് നിറഞ്ഞു നിൽക്കായിരിക്കും വെള്ളം. അതുപോലെ രാത്രിയാവുന്ന കരിക്കിൽ നിന്ന്, ഈ മുകളിലുള്ള ചന്ദ്രനിൽ നിന്ന് നിലാവ് ചീറ്റി തെറിക്കുക. രാക്കരിക്കിൻ കണ്ണുകുത്തുന്ന നിലാവിന്റെ വെളിച്ചം എന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതുമ്പോൾ അതൊരു പഴയ കേരളീയ പ്രകൃതിയാണ്. അങ്ങ് പാടങ്ങൾ കോൾമയിർ കൊள்കെ തെങ്ങുറുമിവാൾ ഉച്ചലിപ്പിക്കെ എന്ന് വൈലോപ്പിള്ളി എഴുതും. തെങ്ങുറുമിവാൾ എന്ന് കേൾക്കുമ്പോ ഈ തെങ്ങിൻ തോട്ടത്തിൽ കൂടെ നടക്കുകയും ഈ തെങ്ങിന്റെ ഓലകൾ തമ്മിൽ കൂട്ടി ഒരയുമ്പോ ഉണ്ടാവുന്ന ഒരു ചെറിയ കിർക്കിർ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം കേട്ടവർക്ക് മാത്രമേ തെങ്ങിന്റെ ഉറുമിവാളൊച്ചകൾ എന്ന് കേൾക്കുമ്പോൾ അത് അനുഭവപരമായി മനസ്സിലാവും. തെങ്ങുംതോട്ടത്തിൽ കൂടെ നടക്കാത്ത ഒരു പുതിയ ന്യൂജൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന്റെ ഉറുമിവാൾ ശബ്ദം എന്നുള്ളത് അവൻ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. അവന്റെ അനുഭവ ലോകത്ത് അതില്ല. പക്ഷെ എന്തുണ്ടാവുന്നു, അതൊരു കൾച്ചറൽ ഫോസിലാണ്. ഇന്നത്തെ അനുഭവത്തിൽ അതില്ല, പക്ഷെ സാഹിത്യത്തിൽ അതുണ്ട്. നമ്മുടെ സാഹിത്യത്തിൽ അതൊരു ഫോസിലാണ്. എത്ര കാലങ്ങൾക്ക് ശേഷവും ആ അനുഭവത്തിന്റെ ഫോസിൽ നമുക്ക് വൈലോപ്പിള്ളിയിലും പി കുഞ്ഞിരാമൻ നായരിലും ഇടശ്ശേരിയിലും ഒക്കെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഈ അനുഭവങ്ങളുടെ ഫോസിലുകൾ സാഹിത്യത്തിൽ നിന്ന് കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. എന്നാൽ സാഹിത്യത്തെ സാഹിത്യമായും ചരിത്രത്തെ ചരിത്രമായും തിരിച്ചറിയുക എന്നതും ശാസ്ത്രീയ ചരിത്രത്തെ വസ്തുതകളുടെ വെളിച്ചത്തിൽ കൃത്യതയോടെ മനുഷ്യപക്ഷത്തു നിന്ന് വിശദീകരിക്കുക എന്നതും അതിനേക്കാൾ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മാനവികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം എന്ന നിലയ്ക്ക്, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ആവശ്യം എന്ന നിലയ്ക്ക്, ജനാധിപത്യപരമായ ആവശ്യം എന്ന നിലയ്ക്ക് സാഹിത്യോത്സവിനെ ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും ഒരു വേദി കൂടിയായിട്ടാണ്. ഇത്തരമൊരു വേദിയിൽ ഇത്രയും നേരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം തന്ന സംഘാടകരോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഇടപെടാനുള്ള അവസരമാണ്. നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. സാറ്, നമ്മളിപ്പോൾ ഈ മുഗളന്മാരുടെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ക്രോണോളജിക്കൽസിന്, അതായത് ദിനവൃത്താന്തങ്ങൾക്ക് വളരെയധികം പ്രാധാന്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു അതിൽ കൂടുതലായി കണ്ടും രാജാവിൻ്റെ പക്ഷം ചേർന്നുകൊണ്ടാണ് കൂടുതലായിട്ട് എഴുതുക. അപ്പോൾ അല്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെയാണ് അത് കണ്ണോടിക്കാൻ കഴിയുക? സാധാരണക്കാരുടെ ജീവിതം,
അന്ന് ഇങ്ങനെയായിരുന്നു എന്നുള്ള ചരിത്രത്തിലേക്ക് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയുക? ഒരു മുഗൾ പീരീഡിനെ കുറിച്ചാണോ ചോദ്യം, അതോ പൊതുവേ ചരിത്രത്തെ കുറിച്ചാണോ? പൊതുവെയുള്ള ഈ ദിനവൃത്താന്തങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന്, അതായത് ഇപ്പോൾ അടുത്തൊരു ഈ ഒരു 200 വർഷങ്ങൾക്ക് ശേഷം ഈ കേരളത്തിന് ചരിത്രം എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ പത്രവാർത്തകളൊക്കെ ആയിരിക്കും അന്നത്തെ സമൂഹത്തിനുള്ള ചരിത്രത്തിലേക്കുള്ള ഒരു എത്തി നോക്കാനുള്ള കാര്യങ്ങളായി മാറുന്നത്. അപ്പോൾ അന്ന് അവരുടെ പക്ഷം അറിയാതെ പോകുന്ന ഈ ചരിത്രകാരന്റെ പക്ഷം അറിയാതെ പോകുന്ന ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇതിനെ യഥാർത്ഥ ചരിത്രം കണ്ടെത്താൻ നമുക്ക് കഴിയുക? ഇതില് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചരിത്രം വായിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച്. ഹിസ്റ്ററി ഇൻ ഹിസ്റ്ററി എന്ന രൂപത്തിലുള്ള പഠനങ്ങൾ വരാൻ തുടങ്ങിയത് 1980-കൾക്ക് ശേഷമാണ്. ഇന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ചരിത്രം പഠിക്കുക മാത്രമല്ല, ചരിത്രം വായിക്കാൻ പഠിക്കണം, അഥവാ ചരിത്രം പഠിക്കണം എന്നതാണ് ചരിത്ര പഠനത്തിന്റെ പഠനം എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതും ഹിസ്റ്ററി ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നതും രണ്ടാണ് എന്നും, ചരിത്രത്തിന്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി എന്ന നിലയ്ക്ക് ചരിത്ര പഠനം ഇന്ന് വളരെ ശക്തമാണ്. അപ്പൊ അതിലിപ്പോ പ്രാഥമികമായി പറയാനുള്ള ഒരു കാര്യം, ഒരു ചരിത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചരിത്രകാരനെ കുറിച്ച് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ സാഹിത്യം വായിക്കുന്നതും ചരിത്രം വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറയാറുള്ളത് അതാണ്. ഞാൻ സാധാരണ ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ അതിന്റെ അവതാരിക വായിക്കാത്ത ആളാണ്. ഇപ്പൊ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ അതിന് അവതാരിക ഉണ്ടാവാം, പഠനം ഉണ്ടാവാം, അതൊക്കെ പിന്നെ വായിക്കാം എന്ന് വെക്കുകയും ആദ്യം ആ സാഹിത്യകൃതി വായിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ പക്ഷം. അത് എൻ്റെ പക്ഷമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. എൻ്റെ രീതി അതാണ്. കാരണം എന്നെ മറ്റൊരാളുടെ അഭിപ്രായം ആദ്യമേ സ്വാധീനിക്കേണ്ടതില്ല. ഞാൻ ആ പുസ്തകം വായിച്ചിട്ട് എനിക്കെന്ത് തോന്നുന്നു നോക്കാം, അതാണല്ലോ ആദ്യത്തെ കാര്യം. പക്ഷെ അതേസമയം ചരിത്രം അങ്ങനെയല്ല. നിങ്ങളൊരു ചരിത്രകാരന്റെ ചരിത്ര പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ആ ചരിത്രകാരൻ ആരാണ്, അദ്ദേഹം എപ്പോൾ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ്, ഏത് രീതിയിലാണ് അദ്ദേഹം ചരിത്രത്തെ കണ്ടത് എന്ന കാര്യം പരിചയപ്പെട്ടുകൊണ്ടാണ് ചരിത്രം വായിക്കേണ്ടത്. ദാറ്റ്സ് വൺ. സെക്കൻഡ് വൺ, ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉടനീളം ചരിത്രം എന്ന് പറയുന്നത് ഒരാളുടെ പെർസ്പെക്റ്റീവാണ് എന്നുള്ള, അതായത് ഒരാളുടെ കാഴ്ചക്കോടാണ് ചരിത്രം എന്ന ബോധത്തോടെ മാത്രമേ ചരിത്രത്തെ കാണാവൂ. അതിനെയാണ് മറ്റേ തോമസ് ബർജർ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയാറുള്ളത് മൾട്ടിപ്പിൾ കോൺട്രാക്സ്റ്റ് എന്ന് പറയുന്ന. ഒരു ചരിത്രത്തിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പല കണ്ണിലൂടെ നോക്കിയ പല പല സംഭവങ്ങളാവും. ഇത് വളരെ ലളിതാണ്. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ ഭാഗത്ത് റോട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വണ്ടി വേറൊരു വണ്ടി തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസുന്നു, രണ്ടുപേര് തമ്മിൽ ഒരു അടി നടക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയിട്ട് ആ കശപിശൊക്കെ കണ്ടോണ്ട് നിന്നു. അതിനുശേഷം നാളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും മാറി മാറി ഒറ്റയ്ക്ക് ഒരാൾ ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ രീതിയിലാവുമോ ആ സംഭവം നരേറ്റ് ചെയ്യുക? ഇന്നലെ നടന്ന സംഭവം ആവില്ല. നമ്മൾ ഓരോരുത്തരും പറയുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം അതിനെന്തൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്നത്? ഒന്ന്, നമ്മൾ നിന്ന സ്ഥലം ഏത്, നമ്മൾ നോക്കിയ നോട്ടം എങ്ങനെ, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യരെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്. ഇതെല്ലാം ചേർന്നാണ് ഒരു സംഭവത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നത്. അപ്പം ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലാണ് അടി നടക്കുന്നതെങ്കിൽ സ്ത്രീകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കും ആ അടിയിൽ സ്വാഭാവികമായിട്ടും. പുരുഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വാധീനിക്കും. നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണെച്ചാൽ ഫെമിനിസ്റ്റ് വ്യൂ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളൊരു ആന്റി ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യൂ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ കണ്ണെന്താണോ, ഞാൻ ആ കണ്ണിനെ കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങളുടെ കണ്ണെന്താണോ അതനുസരിച്ചാണ് നിങ്ങളൊരു കാഴ്ച കാണുക. ചരിത്രവും അതുപോലെയാണ്. അതുകൊണ്ട് ചരിത്രകാരന്റെ ദൃഷ്ടി എന്ത് എന്നുള്ള ബോധ്യത്തോടെ മാത്രമേ നാം ചരിത്രം വായിക്കാവൂ. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. മറ്റൊന്ന്, ഈ പറയുന്ന ദിനസരികളുടെ ചരിത്രം, ദിനവൃത്താന്തങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് പ്രാദേശിക ചരിത്രരചന എന്ന പഠനശാഖയുടെ ഭാഗമായിട്ടാണ് ചരിത്രരചനയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന ഒന്ന് സത്യത്തിൽ ഒരു ഭാവനയാണ് എന്നാണ് പ്രാദേശിക ചരിത്രരചന പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ വെക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യ രാജാവ് എന്തൊക്കെ ചെയ്തു എന്ന് പഠിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യ രാജാവ് മാത്രമല്ല അവിടെ ജീവിച്ച മനുഷ്യർ, അവിടെ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഈ മനുഷ്യരുടെ ജീവിതം എന്ത് എന്ന് പഠിക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല.
അപ്പൊ ഈ അവിടെയുള്ള മനുഷ്യരെ അറിയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യ ജീവിതത്തെ പറ്റിയിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയെന്ന് നോക്കണം. ആ തെളിവുകൾ, പഴയ തെളിവുകൾ മിക്കവാറും പഴയ ചരിത്ര പണ്ഡിതർ കണക്കാക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചെയ്യുക എന്തെങ്കിലും തെളിവുകൾ ആ വഴിക്കുണ്ടോ എന്നുള്ള പഠനമാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ ടിപ്പു സുൽത്താനെ പറ്റി പഠിക്കുന്നു. ടിപ്പുവിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ടിപ്പുവിനെ പറ്റി മാത്രം പഠിച്ചാൽ ടിപ്പുവിന്റെ രാജ്യത്ത് ജീവിച്ച മനുഷ്യരുടെ ചരിത്രം കിട്ടില്ല. കാരണം ടിപ്പു ജീവിതത്തിലെ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ഒരാളാണ്. ടിപ്പുവിന് മര്യാദയ്ക്ക് സമാധാനമായി ഭരിക്കാൻ കിട്ടിയിരിക്കുന്നത് രണ്ടാം ശ്രീരംഗപട്ടണം യുദ്ധം കഴിഞ്ഞതിന് ശേഷം. ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് വെച്ചൊരു സന്ധി ഉണ്ടായിരുന്നു. പിന്നെ അത് തകർക്കപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും ടിപ്പു വാർ ആരംഭിക്കുന്നത്. ആ രണ്ടാം ശ്രീരംഗപട്ടണം വാറിന് ശേഷം ഉണ്ടായ സന്ധിക്ക് ശേഷം ഉണ്ടായ ഒരു ചെറിയ പീരീഡാണ് ആകെ സ്വന്തം രാജ്യത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു ടൈം ടിപ്പുവിന് കിട്ടിയിരിക്കുന്നത്. ബാക്കി മുഴുവൻ സമയവും ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടിപ്പുവിനെ പറ്റി മാത്രം പഠിച്ചാൽ ഒരിക്കലും ആ രാജ്യത്തിലെ മനുഷ്യരുടെ ചിത്രം കിട്ടില്ല. അത് കിട്ടാൻ എന്താണ് വഴി? അത് കിട്ടാൻ ഇപ്പോൾ ടിപ്പുവിനെ കാലത്തുള്ള മൈസൂർ സുൽത്താനേറ്റിനെ പറ്റി പഠിക്കുന്ന ചരിത്രകാരന്മാർ മറ്റു വഴികളാണ് തേടുന്നത്. ടിപ്പു നിർമ്മിച്ച അണക്കെട്ടുകൾ, ടിപ്പുവിന്റെ കാലത്തെ നാണയ വ്യവസ്ഥ, ടിപ്പുവിന്റെ കാലത്തെ കാർഷിക രംഗത്തെ മാറ്റങ്ങൾ, ടിപ്പുവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 3-4 അണക്കെട്ടുകളുടെ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ലിഖിതങ്ങളിൽ നിന്ന് അന്നത്തെ അണക്കെട്ട് നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള രേഖകളുണ്ട്. ഇങ്ങനെ തുടങ്ങി കാർഷിക രംഗത്ത് തുണി, പരുത്തി തുടങ്ങിയവയുടെ വ്യവസായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പരുത്തിയുടെ വ്യവസായ രംഗത്ത് ഒക്കെ നടത്തിയ മാറ്റങ്ങളെ പറ്റിയുള്ള മറ്റ് തെളിവുകളിൽ നിന്ന് ആണ് അന്നത്തെ മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പ്രാദേശിക ചരിത്രരചന ശക്തിപ്പെടുത്തണമെന്ന് ചരിത്രകാരന്മാർ എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് പെരിന്തൽമണ്ണയുടെ ചരിത്രം ഉണ്ടാവണം. പെരിന്തൽമണ്ണയുടെ ചരിത്രം എഴുതുമ്പോൾ അത് മൊത്തം വള്ളുവ കോനാതിരിയുടെ ചരിത്രമല്ല. വള്ളുവ കോനാതിരി, തിരുമാന്താംകുന്ന് ക്ഷേത്രം, വള്ളുവ കോനാതിരി, മറ്റേ മാമാങ്കം എന്നും പറഞ്ഞൊരു ചരിത്രം അത് ഒരുപാട് ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അത് എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാം, അത് ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷെ അത് മാത്രമല്ലല്ലോ പെരിന്തൽമണ്ണയിലെ മനുഷ്യന്റെ ജീവിതം. പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് നിൽക്കുന്ന പല പല സാമുദായിക വിഭാഗങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ ചിത്രം രചനയായി വരണം. അതിന് ഇവിടെയുള്ള പ്രാദേശിക ചരിത്രരചന ഉണ്ടാവണം. ഇതുപോലെ നമ്മുടെ ലോകത്തെമ്പാടും നടക്കുന്ന പ്രാദേശിക ചരിത്രരചനകളിൽ നിന്നാണ് ഈ ഒട്ടാകെയുള്ള രാഷ്ട്രചരിത്രം, മുഖ്യധാര മെയിൻ സ്ട്രീം ഹിസ്റ്ററി എന്ന് പറയുന്ന ചരിത്രരചനയ്ക്ക് പുറത്തുള്ള ചരിത്രപാഠങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈയിടെയായി ഏറെ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഇനിയും വളരേണ്ട ഒരു കാര്യം. സാറേ, ഈ ഇപ്പോഴത്തെ കാലത്ത് പല പുതിയ കൃതികളെയും പൾപ്പ് ഫിക്ഷനുകൾ എന്ന് പറഞ്ഞ് തള്ളുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ കാല എഴുത്തുകാരുടെ ഈ കൃതികളെ പൾപ്പ് ഫിക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? അത് പൾപ്പ് ഫിക്ഷനായി ഗണിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഈ പൾപ്പ് ഫിക്ഷന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ കടുപ്പാണ്. എനിക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച പുസ്തകങ്ങളെന്ന് അറിയില്ല. അത് പറഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷം. ഇപ്പോ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കിനെ പൾപ്പ് ഫിക്ഷൻ ആണ് തള്ളി. അതിനൊക്കെ കാരണം ചോദ്യം. ഓക്കെ, ഞാൻ ഒരു സാഹിത്യകൃതിയെ പറ്റി പ്രത്യേകമായിട്ട് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു സുയിപ്പിലാവാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കാര്യം പറയാം, ഇത്രേ ഉള്ളൂ. ഈ സാഹിത്യം എന്ന് പറയുന്നതാണെങ്കിലും ചരിത്രം എന്ന് പറയുന്നതാണെങ്കിലും ഇതിനകത്തൊക്കെ പൾപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആഴത്തിലേക്ക് പോകാതെ പെരിഫറലായ ഒരു അനുഭവ തലത്തെ ചിത്രീകരിക്കുന്നു. വളരെ ഉപരിപ്ലവമായ പുറന്തോടിൽ നിൽക്കുന്ന ഒരു അനുഭവ തലത്തെ അത് ചിത്രീകരിക്കുന്നു. അത്തരം അനുഭൂതികളെ അത് നിർമ്മിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു അനുഭൂതിയെ അത് നിർമ്മിക്കുന്നു എങ്കിൽ അതിനെയാണ് സാധാരണ പൾപ്പ് എന്ന് പറയുന്നത്. മലയാളത്തിൽ മുമ്പ് മുതലേ പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞിരുന്നതിന്റെ വേറൊരു പേരെന്നൊക്കെ കണ്ടാൽ മതി ഇപ്പൊ അത് ഉപയോഗിക്കുന്നതിന്. എൻ്റെ ഒരു അഭിപ്രായം ഇത്ര മാത്രമാണ്. അത് വായിക്കുന്നതോ അത് ഇഷ്ടപ്പെടുന്നതോ ഒന്നും ഒരു തെറ്റല്ല. എനിക്ക് സാഹിത്യം ഇഷ്ടപ്പെടുന്നതൊക്കെ മനുഷ്യന്റെ രുചി ഇഷ്ടപ്പെടുന്ന പോലെയാണ്. ചിലർക്ക് കയ്പയ്ക്ക ഇഷ്ടമായിരിക്കും, ചിലർക്ക് കയ്പയ്ക്ക ഇഷ്ടാവൂല. അതിപ്പോ ഒരു തെറ്റൊന്നുമല്ലല്ലോ. എനിക്ക് കയ്പയ്ക്ക ഇഷ്ടമാണ് എന്ന് പറയുന്നതും ഇഷ്ടമല്ല എന്ന് പറയുന്നതും ഒരു തെറ്റല്ല. അതുപോലെ തന്നെയാണ് മാംസാഹാരത്തിന്റെ ഒക്കെ കാര്യം. നമ്മളിപ്പോ പറയാറില്ലേ, നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, നമുക്കിപ്പോ എന്താ വിരോധം? നിങ്ങൾക്ക് ബീഫ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. ബീഫ് ഇഷ്ടമല്ല എന്നുള്ളതിന് നിങ്ങൾ തല്ലിക്കൊല്ലായിരുന്നാ മതി, അത് നടക്കൂലെന്നേ ഉള്ളൂ.
ഈ പറഞ്ഞ പോലെ ഒരു കാര്യമാണ് സാഹിത്യത്തിലുള്ളത്. പൾപ്പ് സാഹിത്യം ഇഷ്ടമുള്ള വായിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലം ഇതാണ്, സാഹിത്യം ചെന്ന് തൊടുന്ന സൂക്ഷ്മാനുഭൂതികളുടെ ഒരു ലോകത്തെ പലപ്പോഴും വായനക്കാരിൽ നിന്ന് അകറ്റി നിർത്താൻ പൾപ്പ് സാഹിത്യം കാരണമാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ അത് കുറച്ച് ഡേഞ്ചറസ് ആണ് സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരം പൾപ്പ് ലിറ്ററേച്ചർ മാത്രമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് യഥാർത്ഥ സാഹിത്യം എന്നുള്ള വാക്കൊക്കെ വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചുകൂടി ആഴമുള്ള സാഹിത്യത്തിലേക്ക് നിങ്ങൾ കടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഒരു പെരുങ്കടലുണ്ട് ഈ പൾപ്പ് ലിറ്ററേച്ചറിന്റെ. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, മിക്കവാറും ബുക്ക് സ്റ്റാളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗം മുഴുവൻ ഈ സൈസ് പുസ്തകങ്ങളുടെ ഒരു ലോകമാണ്. അപ്പൊ ഈ കിതാബുകളുടെ ഇടയിൽ കൂടെ കയറിയിട്ട് വേണം എന്തെങ്കിലും ഒരു പുസ്തകം കണ്ടുപിടിക്കാൻ എന്നുള്ളിടത്തേക്ക് ഇപ്പൊ കാര്യം എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പൂവും കായും ഒക്കെ നിറഞ്ഞ കുറെ ചിത്രങ്ങളുള്ള കുറെ പുസ്തകങ്ങൾ കാണാം. ഇത് കടന്നിട്ട് വേണം ഒരു പുസ്തകം കിട്ടാൻ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള പുസ്തകത്തിലേക്ക് ആളുകളുടെ കണ്ണ് ചെന്നുവിടാൻ പ്രയാസവും. ഇതേ പ്രശ്നം ഹിസ്റ്ററിയിലും ഉണ്ട് കേട്ടോ. പൾപ്പ് ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ചരിത്രരചന ഈ രീതിയിൽ പൾപ്പായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. അത് അക്കാഡമിക് ചരിത്ര പഠനത്തെയും ബാധിക്കും സ്വാഭാവികമായിട്ടും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായി ആഴത്തിൽ ചരിത്രം അറിയാൻ താല്പര്യമില്ലെങ്കിൽ അത്തരം പുസ്തകങ്ങൾ വായിച്ച് ഒരു രസത്തിന് വായിക്കാം. ഞാനിപ്പോ സാഹിത്യം എല്ലാവരും ഗൗരവമായിട്ട് വായിച്ചോളന്ന് എല്ലാവരും ബ്രദേഴ്സ് കാരമസോ ദസ്തേവിസ്കിയെയോ അല്ലെങ്കിൽ ഒർഹാൻ പാമുക്കിനെയോ ഒക്കെ വായിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒർഹാൻ പാമുക്ക് നിർമ്മിക്കുന്ന ഒരു ലോകം നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഒർഹാൻ പാമുക്കിനെ തന്നെ വായിക്കണം. മൈ നെയിം ഈസ് റെഡ് പോലൊരു നോവൽ, അല്ലെങ്കിൽ ഗാർസിയ ഗബ്രിയൽ മാർക്കേസിന്റെ നോവൽ തുറന്നു തരുന്ന ഒരു ലോകം, 100 Years of Solitude അല്ലെങ്കിൽ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറയോ ഒക്കെ തുറന്നു തരുന്ന ഒരു ലോകം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അത് വായിക്കണം. നിങ്ങൾക്കത് ആഗ്രഹമില്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ വേണ്ടൂ, അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് കുറച്ച് മോരൊഴിച്ച് ഇതും ഒരു ചെറിയ അച്ചാറും മതി, അതുകൊണ്ട് ഞാൻ ചോറുണ്ടോളാന്ന് തീരുമാനിക്കുന്നത് തെറ്റൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന തെറ്റിദ്ധാരണയിലേക്ക് സാഹിത്യത്തിലേക്ക് കടക്കുന്നവരെ എത്തിക്കുന്നെങ്കിൽ അതിലൊരു പ്രോബ്ലം ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാവൂ. ഈ അയോധ്യനെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസാണ് താജ്മഹലിനെതിരെയുള്ള ആരോപണം. താജോ മഹാലയ ഇപ്പോൾ ഒരു ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തെ ഒരു നിസാരമായിക്കൊണ്ട് മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു നിസാരവൽക്കരണ ഒരു ചരിത്രത്തിന് അത്ര ഇതുള്ളൂ. അത് ചരിത്രത്തിന് അത്ര ബലമേ ഉള്ളൂ എന്നതുകൊണ്ട് സംഭവിച്ചല്ല, മറിച്ച് സത്യത്തിൽ സംഭവിച്ച എന്താ വെച്ചാൽ, അക്കാഡമിക് ചരിത്രങ്ങളെ മുഴുവൻ ഒരു ഫീലിംഗ് കൊണ്ട് മാറ്റിമറിക്കാവുന്ന നിലയിലാണ് ഇപ്പോ ഇന്ത്യൻ അധികാരം പ്രവർത്തിക്കുന്നത്. ഞാനിത് സിമ്പിളായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ചരിത്രം എന്നുള്ള പേരിൽ നമ്മുടെ രാഷ്ട്രത്തിൽ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത വലിയ പഠനത്തിന്റെ ഒരു ധാരയുണ്ട്. വലിയ ചരിത്രകാരന്മാർ, ഇർഫാൻ ഹബീബിനെ പോലെ, പ്രമീല ധാപ്പറെ പോലെ, ഡി കൊസാംബിയെ പോലെയൊക്കെയുള്ള വലിയ ചരിത്രകാരന്മാർ ഉണ്ടാക്കിയെടുത്താണ് ഇന്ത്യൻ ചരിത്രത്തിന്റെ ധാര. ഇത് മുഴുവൻ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ പ്രചാരത്തിൽ, സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ഒരു സാധനം വന്നോടുകൂടി, അതിന്റെ ഇന്ത്യൻ അധികാരം വന്നോടുകൂടി മൊത്തത്തിൽ അറിവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എടുക്കാച്ചരക്കായി മാറുകയാണ്. പഠനം, അറിവ് എന്ന് പറയുന്നത് ഒരു എടുക്കാച്ചരക്കാക്കി വെച്ച് അറിവിനെ തന്നെ പരിഹസിക്കുന്ന ഒരു വേൾഡ് നിർമ്മിച്ചെടുക്കപ്പെടുകയാണ്. ഈ പോസ്റ്റ് മോഡേണിസവും ഒക്കെ കൊണ്ടുവന്നൊരു വലിയ ഡേഞ്ചർ ആയിരുന്നു അത്. ഉത്തരാധുനികത ഒക്കെ കൊണ്ടുവന്നൊരു അപകടമായിരുന്നു അത്. അത് ഹിന്ദുത്വ കൃത്യമായി ചൂഷണം ചെയ്തു. ഹിന്ദുത്വ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അറിവിന്റെ നിഷേധം എന്ന് പറയുന്നതിനെ ഭരണകൂടവൽക്കരിച്ചു, അധികാരവൽക്കരിച്ചു. ഇപ്പൊ ഇന്ത്യയിൽ അറിവ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അറിവ് ഒരു ക്രിമിനൽ കുറ്റമായ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളിപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ മതി, പ്രത്യേകിച്ച് അന്തൊന്നും ഇല്ലെങ്കിലും അഭിപ്രായത്തിന് യാതൊരു കുറവുമില്ലല്ലോ. ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കമന്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള എന്ത് വിഷയം, ഇപ്പൊ ഫുട്ബോൾ പണ്ഡിതരുടെ ഒരു ബഹളാണ് കുറച്ചു ദിവസമായിട്ട്. ഫുട്ബോൾ എന്ത് കണയാണെന്ന് അറിയേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, എന്റെ തോന്നലുകൾ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ എഴുതി വിടുന്നു. ഇങ്ങനെയാണല്ലോ സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഫുട്ബോൾ അല്ല, നാളെ ക്രിക്കറ്റ് വന്നാലും ഇതായിരിക്കും. ലോകത്തില്ലാത്ത എന്ത് വന്നാലും എല്ലാറ്റിലും പണ്ഡിതരാണ് എല്ലാവരും.
ഈ നില വളരെ ഡേഞ്ചറസ് ആണ്. ഈ നില സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെ? അതുകൊണ്ടാണ് തേജോ നിലയം, തേജോ മഹൽ ആണ് താജ്മഹൽ എന്ന നോൺസെൻസ് പറയുമ്പോ അങ്ങനെയുമായി കൂടെ എന്ന ചോദ്യം വരുന്നത്. ഇപ്പൊ ബാബറി മസ്ജിദ് പോലെയുള്ള ഒരു ഭൂതകാലത്തിൽ പോലും അല്ല താജ്മഹലിന്റെ കാര്യം. താജ്മഹലിന്റെ വളരെ ഹിസ്റ്റോറിക്കലി തെളിവുകളുടെ ഒരു പരമ്പര, ബാബറി മസ്ജിദിന്റെ തെളിവുകളെ, അത് തെളിവൊക്കെ ഉണ്ടായിരുന്നു, അതവിടെ കട്ടെ, എന്നാലും അത് ഡൂവിയസ് ആയിരുന്നു എന്ന് പറയാം. കുറച്ചുകൂടി പഴയതായിരുന്നതുകൊണ്ട് നമുക്ക് പഴക്കം ചെല്ലും തോറും തെളിവ് കുറച്ച് അവ്യക്താവും. താജ്മഹലിന്റെ കാര്യം അതല്ല. താജ്മഹൽ എങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കി, എപ്പോഴുണ്ടാക്കി, അത് ഉണ്ടാക്കിയതിന്റെ കല്ലോട് കല്ല്, കമ്പോട് കമ്പ്, ദിവസ ചരിത്രമടക്കം കൃത്യമാണ്. അതിപ്പോ താജ്മഹലിന്റെ അവിടെ പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന മധുരപലഹാരത്തിന്റെ ചരിത്രം വരണ്ട്. നമ്മൾ പറയില്ലേ, അവിടുത്തെ സഫേദ് ബാബ്ല വെച്ച് ഉണ്ടാക്കുന്ന ആഗ്ര പേത്ത എന്ന് പറയുന്ന ആ കുമ്പളങ്ങ വെച്ച് ഉണ്ടാക്കുന്ന ഒരു മധുരപലഹാരമുണ്ട്. അത് താജ്മഹലിന്റെ നിർമ്മാണ സമയത്ത് അത് ഉണ്ടാക്കിയതിന്റെ ചരിത്രം വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിർമ്മിതിയാണ് താജ്മഹൽ. അത് തേജോ നിലയമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് സംശയിക്കുന്ന മനുഷ്യരുണ്ടാവുകയാണ്. കാരണം എന്താ വെച്ചാൽ അറിവിന് യാതൊരു പ്രാധാന്യമൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും വിഷയത്തെ പറ്റി പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ എന്നെ വിളിച്ച് ഇവിടെ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ എന്തെങ്കിലും ഒരു അഭിപ്രായം FB-യിൽ എഴുതാം. ഞാനല്ല, ഇനി വന്നിട്ട് ഡോക്ടർ KN പണിക്കറോ റൊമീല ദാപ്പറോ, ഞാനൊക്കെ വിട്ടേക്ക്, നമ്മളൊക്കെ വളരെ ചെറിയ പഠിത്തം മാത്രം നടത്തിയ ഒരു വിദ്യാർത്ഥി എന്ന് കണ്ടാൽ മതി. ഇനി റൊമീല ദാപ്പർ വന്ന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ FB-യിൽ വല്ല വിലയുണ്ടോ? അവരുടെ ജന്മത്തിൽ ഏതാണ്ടൊരു, അല്ലെങ്കിൽ ഇർഫാൻ ഹബീബ്, നിങ്ങൾ കണ്ടില്ലേ, ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ചരിത്രകാരൻ ഇവിടെ കേരളത്തില് ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ചരിത്രത്തിന്റെ ABCD അറിയാത്ത കുറെ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കൂക്കി വിളിക്കുന്നു. 90 വയസ്സായ ഇന്ത്യൻ ചരിത്രത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത മഹാനായ ഒരു ചരിത്രകാരനെയാണ് ഇവർ ഈ കൂക്കുന്നത്. ഇവർക്ക് ഇർഫാൻ ഹബീബ് എന്ത് ചെയ്തു എന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല. കഴിഞ്ഞ ഇവിടുത്തെ കേരളത്തിന്റെ ഗവർണർ ചരിത്രം പഠിപ്പിക്കുന്നു ആരെ? ഇർഫാൻ ഹബീബിനെ. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ വൈജ്ഞാനിക നിഷേധത്തിന്റെ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഇല്ലാത്ത ചരിത്രം നിർമ്മിക്കപ്പെടും. ഭരണകൂടം അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. ചരിത്ര കോൺഗ്രസ് ആവട്ടെ, ശാസ്ത്ര കോൺഗ്രസ് ആവട്ടെ, ഇപ്പൊ നടക്കുന്നത് ഇത്തരത്തിലുള്ള നോൺസെൻസുകൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ കാര്യം. എങ്ങനെയാണ് ഈ വിജ്ഞാനം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്കാഡമിക് കോൺഫറൻസുകൾ ചരിത്ര കോൺഗ്രസും സയൻസ് കോൺഗ്രസും ഒക്കെ ആയിരുന്നു. അത് രണ്ടിലും ഇപ്പൊ വരുന്ന പ്രബന്ധങ്ങൾ കേട്ടാ ചിരി വരുന്നവയാണ്. ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ വിവരിക്കാൻ നിൽക്കുന്നില്ല. ഒറ്റ ഉദാഹരണം വേണമെങ്കിൽ പറയാം, സമയം പോയിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ മതി. കഴിഞ്ഞ സയൻസ് കോൺഫറൻസിൽ വന്നൊരു പ്രബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പെഴ്സിറൻസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇന്ന് പെഴ്സിറൻസിനെ പറ്റിയിട്ടും ഒക്കെ നാസയിൽ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. നാസ പറഞ്ഞയച്ച ഒരു പെഴ്സിറൻസ് എന്ന് പറയുന്ന ഒരു പേടകം ചൊവ്വയിൽ പോയി ഇറങ്ങി. ചൊവ്വയിൽ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവം. അപ്പൊ ചൊവ്വയിലെ ഉപരിതലത്തിന്റെ കുറെ ഫോട്ടോകളൊക്കെ ഇവിടെ വന്നു. അതിലൊരു ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയിലുള്ളൊരു കല്ല് കിടക്കുന്നത് കണ്ടാൽ ഏതാണ്ട് ഒരു ഹെൽമെറ്റ് പോലെ ഉണ്ട്. നമ്മള് ബൈക്ക് പോകുമ്പോഴുള്ള ഹെൽമെറ്റ് അതുപോലെ ഉണ്ട്. അത് ചൊവ്വയത്തെ കല്ലുകൾക്ക് പല ഷേപ്പ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പല ഷേപ്പും തോന്നും. ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ സയൻസ് കോൺഗ്രസിൽ ഒരു പ്രബന്ധം ഇന്ത്യയിൽ. എന്താണെന്നറിയാമോ? കർണനും അർജുനനും തമ്മിൽ മഹാഭാരതത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് കർണന്റെ തേർച്ചക്രം താണുപോയി. ഇപ്പോൾ അസ്ത്രമയക്കൂ അർജുന എന്ന് കൃഷ്ണൻ ആവശ്യപ്പെട്ടു. അസ്ത്രമയച്ചപ്പോൾ കർണന്റെ തലയിൽ വെച്ചിരുന്ന ഈ ഹെൽമെറ്റ്, യുദ്ധത്തിന്റെ ആ ഹെൽമെറ്റ് തെറിച്ചു വീണതാണത്ര ചൊവ്വയിൽ. ഇത് നമുക്ക് കേൾക്കുമ്പോ ഇപ്പൊ ചിരി വരുന്നില്ലേ? ഞാനും ചിരിക്കും. പക്ഷെ ചിരിക്കുന്നതിന്റെ ഒപ്പം എനിക്ക് കുറച്ച് കരച്ചിലും വരുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ചെലവ് വെച്ചിട്ടാണ് ഈ നോൺസെൻസ് പറയാനായിട്ടുള്ള സെമിനാർ നടത്തുന്നത്. എന്റെ നികുതി എടുത്തിട്ടാണല്ലോ ഈ പണി. ഇതിന് മൈക്കെട്ടാനാണല്ലോ നമ്മൾ ഈ നികുതി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ നോൺസെൻസ്. ഇത് ഇന്ത്യൻ വിജ്ഞാനം എന്നുള്ള വിദേശ സർവകലാശാലകൾ നിലവിൽ ഇന്ത്യൻ സർവകലാശാലകളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നമുക്കൊരു വില ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു പോയൊരു വിദ്യാർത്ഥി, ഇന്ത്യയിലെ ITIയിൽ, ഇന്ത്യയിലെ IIT-കളിൽ പഠിച്ച് പുറത്തു പോയവർ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും വിലയുണ്ടായിരുന്നു. ഇന്ന് ആ വിലയില്ല. കാരണം നിങ്ങൾ ഈ ഗോമൂത്ര ഗവേഷണമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളല്ലേ എന്നാണ് അവരുള്ളത് ചോദിക്കുന്നത്.
പശുവിന്റെ മൂത്രത്തിൽ മറ്റേ യുറേനിയം ഉണ്ടോ, അതുകൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഗവേഷണത്തിന് വരുന്നതെന്നാണ് ഇന്ന് ഇംഗ്ലണ്ടിൽ യൂറോപ്പിലുള്ള ആളുകൾ ചോദിക്കുന്നത്. ഈ പരിഹാസം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. അപ്പൊ ഈ നാട്ടിൽ താജ്മഹൽ തേജോമല നിലയമാവും, നാളെ നമ്മുടെയൊക്കെ പെര വേറെന്തെങ്കിലും ആവും. ഇതൊന്നും ഞാനൊരു അത്ഭുതമായി കാണുന്നില്ല.